ഇതാണ് വീട്. പിന്നെ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. എടാ എപ്പോഴും ഇങ്ങനെ പറയണ്ട. ഒരച്ഛനും ഒരു മോളും അവർ UK-ലായിരുന്നു. ഇനി മോളുടെ കല്യാണം നടത്തി ഇവിടെ സെറ്റിൽ ആവാൻ വേണ്ടി വന്നേക്കുക. അതിന് മോക്ക് നല്ല നാടൻ വൈബുള്ള ഒരു പയ്യൻ വേണം. ഇത്രയല്ലേ ഉള്ളൂ. അതെ. പിന്നെ പൂത്ത കാശ ഈ ഒരു കല്യാണം നീ നടത്തി കൊടുത്താൽ ഇവിടുന്ന് 10 കല്യാണം നടത്തി കിട്ടുന്നതിന്റെ കാശിക്ക് ഒറ്റ ഒന്ന് കിട്ടും. നമസ്കാരം. ബ്രോക്കർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി കുറച്ചുകൂടെ പ്രായമുള്ള ആളായിരിക്കും. ഇതല്ലാതെ വേറെ ജോലിയുണ്ടോ? വേറെ ജോലിയൊന്നുമില്ല, പക്ഷെ ഉടനെ ജോലി കിട്ടും. ഞാൻ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നുണ്ട്. മോളുടെ കല്യാണം നടത്തിയിട്ടേ കോഴ്സിന് പോകാവേ. അതത്രേ ഉള്ളൂ. ദേ ഇത് നിറച്ച് മോക്ക് പറ്റിയ നല്ല തനി നാടൻ വൈബുള്ള ചെറുക്കന്മാരാ. മോളിത് കണ്ടാണ്ടല്ലോ അന്തം വിട്ട് താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കും. ഇതിലേതാ ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ബ്രോക്കറാണോ സജസ്റ്റ് ചെയ്തേ? അയ്യോ സോറി, ഞാൻ അറിയാതെ വിളിച്ചതാ. അതിനെന്താ വിളിച്ചോ? അല്ല, ചിലർക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടാവില്ലല്ലോ, അതാ. എനിക്ക് അങ്ങനൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം ഇതെൻ്റെ പ്രൊഫഷനാണ്. 2 ചെറുപ്പം തൊട്ട് എനിക്ക് ഈ വിളി കേട്ട് നല്ല എക്സ്പീരിയൻസാണ്. ചെറുപ്പം തൊട്ടെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനൊരു ബ്രോക്കറായിരുന്നു. അതുകൊണ്ട് കുട്ടിക്കാലം തൊട്ട് പിള്ളേരെല്ലാം ഈ മാമ ബ്രോക്കർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ആദ്യമൊക്കെ വിഷമം തോന്നുമായിരുന്നു. പിന്നെ 10ാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങളുടെ ക്ലാസ്സിലൊരു പഠിപ്പി വന്നു. ഒരു ദിവസം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അവൾ എന്നോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. 2 പേരെ ഒന്നിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. അതിന് നിയോഗിക്കപ്പെട്ടവർ ദൈവതുല്യരാണെന്ന്. അതിനുശേഷമാണ് ഞാൻ ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞാൻ എന്തായാലും മാഡത്തിന് ഇതെല്ലാം വാട്സപ്പ് ചെയ്യാം. മാഡത്തിൻ്റെ പേര്? ആതിര. ആതിര അംബുജാക്ഷൻ. ആതിര അംബുജാക്ഷൻ. പിന്നെ 10ാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങളുടെ ക്ലാസ്സിലൊരു പഠിപ്പി വന്നു. അതിനുശേഷമാണ് ഞാൻ ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കണ്ണോരം നീയേ എൻ കനവാകെ നീയേ നിറമേഴും മണിയുന്ന മഴവില്ലേ നീയേ നെഞ്ചോരം നീയേ എൻ മനസ്സാകെ നീയേ